ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്ന് പറയുന്ന, അതായത് ആരാണ് പട്ടം പറത്തുന്നത് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഹാവ് യു എവർ ട്രൈ ടു ഫ്ലൈ എ കൈറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പട്ടം പറത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? യഥാർത്ഥത്തിൽ എന്താണ് ഒരു പട്ടത്തിനെ പറത്തുന്നത്? ഈസ് ഇറ്റ് ദ വിൻഡ്? കാറ്റാണോ? ഓർ ദ വിങ്സ്? ചിറകുകളാണോ? ഓർ ദ സ്ട്രിങ് ഓർ ദ പേഴ്സൺ ഹൂ ഫ്ലൈസ് ഇറ്റ്? ചരടാണോ അതോ പട്ടം പറത്തുന്ന വ്യക്തിയാണോ? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. കഥ വായിച്ച് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹൂ ഫ്ലൈസ് ദ കൈറ്റ്? ആരാണ് പട്ടം പറത്തുന്നത് എന്നാണ് നമ്മളെ പാഠഭാഗത്തിന്റെ നിയമം. വീഡിയോ കൂട്ടുകാരെ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പട്ടത്തിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. പട്ടം ആകാശത്ത് പറക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ തന്നിട്ടാണ് നമുക്ക് പാഠഭാഗം തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ആദ്യം പാഠഭാഗം വായിച്ച് മനസ്സിലാക്കണം. നമുക്ക് നോക്കാം. ഓൺ എ പ്ലസന്റ് ഡേ the mayor of the town strolled through his park. മനോഹരമായിട്ടുള്ള ഒരു ദിവസം അല്ലെ, നഗരത്തിന്റെ മേയർ പാർക്കിലൂടെ നടക്കുന്നു. His eyes widened as he saw a boy flying a big colorful kite. അപ്പോൾ ഒരു ആൺകുട്ടി വലിയ വർണ്ണാഭമായ പട്ടം പറത്തുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിടർന്നു. The kite soared high, dancing in the breeze. കാറ്റിൽ നൃത്തം ചെയ്തുകൊണ്ട് പട്ടം ഉയർന്നു പറന്നു. Wow! Who made the kite fly so high? The mayor was curious. Wow! കൊള്ളാം. ആരാണ് പട്ടം ഇത്ര ഉയരത്തിൽ പറപ്പിച്ചത്? മേയർക്ക് കൗതുകം തോന്നി അല്ലേ? The boy replied with pride. ആൺകുട്ടി അഭിമാനത്തോടെ മറുപടി പറഞ്ഞു. I did, Mr. Mayor. I made the kite myself. എന്താ പറഞ്ഞത്? ഞാനാണ് മിസ്റ്റർ മേയർ, ഞാൻ പട്ടം സ്വയം നിർമ്മിച്ചു. I painted it and I fly it. അതിന് നിറം നൽകുകയും പറത്തുകയും ചെയ്തു. Then the wind whispered softly, No, it's me. I lift the kite high into the sky. എന്താണ് അപ്പോൾ സംഭവിച്ചത്? അപ്പോൾ കാറ്റ് പതിയെ മന്ത്രിച്ചു, അല്ല, അത് ഞാനാണ് പട്ടം ആകാശത്തേക്ക് ഉയർത്തിയത്. ഞാനില്ലെങ്കിൽ അത് നിലത്ത് വീഴുമെന്ന് ആരാണ്? കാറ്റ് അല്ലെ. വിൻഡ് വിസ്പേർഡ്. വിൻഡ് എന്താ പറഞ്ഞത്? മന്ത്രിച്ചു അല്ലെ. Then the kite's tail fluttered and said, Wait, I keep the kite. Already without me it would crash and break. പട്ടത്തിന്റെ വാല് ആടിക്കൊണ്ട് പറഞ്ഞു, നിൽക്കൂ, ഞാനാണ് പട്ടത്തെ നേരെ നിർത്തുന്നത്. ഞാനില്ലെങ്കിൽ അത് പൊട്ടി തകർന്നു പോകും അല്ലേ. Then what happened next? The string looked at everyone and said, Without me, how will a kite fly? I make it soar high. I guide it as it moves through the sky. എന്താ പറഞ്ഞത്? പട്ടത്തിന്റെ വാല് ആടിക്കൊണ്ട് പറയാണല്ലേ. പിന്നീട് ആരാ പറഞ്ഞത്? ചരട് എല്ലാവരെയും നോക്കി പറഞ്ഞു, ഞാനില്ലാതെ ഒരു പട്ടം എങ്ങനെ പറക്കും? ഞാനാണ് അതിനെ ഉയരത്തിൽ പറക്കുന്നത്. ആകാശത്തിലൂടെ നീങ്ങുമ്പോൾ അല്ലെ, ഞാനാണ് അതിനെ നയിക്കുന്നത്. I guide it as it moves through the sky. ആരാ പറയുന്നത്? ചരട് പറയാണ്. Then the mayor listened carefully to everyone. He asked thoughtfully, So who really flies the kite? എല്ലാവരും പറയുന്നത് മേയർ ശ്രദ്ധയോടെ കേട്ടു. അദ്ദേഹം ചിന്താപൂർവം ചോദിച്ചു, അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ പട്ടം പറത്തുന്നത് അല്ലേ? They all paused to think. എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി അല്ലേ. അപ്പോ he asked thoughtfully, So who really flies the kite?
അല്ലെ, ആരാണ് യഥാർത്ഥത്തിൽ ഈ പട്ടത്തെ പറത്തതെന്ന് മേയർ ചോദിക്കുകയാണ്. അപ്പൊ ഒരു കുട്ടി പറയാണ്, എന്താ പറയുന്നത്? Then the boy said gently, we all do it. The kite flies because of our effort. എന്താണ്? ആ, നമ്മൾ എല്ലാവരും കൂടെയാണ് അത് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ ആ ഒരു കുട്ടി സൗമ്യമായിട്ട് പറയാണ്, നമ്മൾ എല്ലാവരും കൂടെയാണ് അത് ചെയ്യുന്നത്, നമ്മുടെ പരിശ്രമം കൊണ്ടാണ് പട്ടം പറക്കുന്നത്. Then what happened next? The wind agreed and the tail nodded too. എന്താണ്? കാറ്റ് അത് സമ്മതിച്ചു, ഒപ്പം വാലും സമ്മതിച്ചു. The string also smiled and agreed. ചരടും പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. The kite started dancing in the air. പട്ടം വായുവില് നൃത്തം ചെയ്യുവാൻ തുടങ്ങി. The mayor smiled warmly. You are right. അല്ലെ, എന്താണ്? മേയർ തീക്ഷ്ണതയോടെ പുഞ്ചിരിച്ചു. You are right. Together you make the kite fly beautifully. അല്ലെ, നീ പറഞ്ഞത് ശരിയാണ്, ഒരുമിച്ച് നിങ്ങൾ പട്ടത്തെ മനോഹരമായിട്ട് പറത്തുന്നു. അല്ലെ, this kite is a symbol of unity. ഈ പട്ടം ഐക്യത്തിന്റെ പ്രതീകമാണ്. If we work together we can achieve anything. അല്ലെ, എന്താണ്? നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് എന്തും നേടാനാവും. Everyone smiled. എല്ലാവരും പുഞ്ചിരിച്ചു. Together we fly the kite. ഒരുമിച്ച് നമ്മൾ പട്ടം പറത്തുന്നു. They shouted cheerfully. എന്താണ്? അവർ സന്തോഷത്തോടെ വിളിച്ചു പറയാണ്. The kite continues to soar high in the sky. പട്ടം ആകാശത്ത് ഉയർന്നു പറന്നു. മൈക്കൽ റോഗേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പാഠഭാഗവും അതിന്റെ മലയാളം മീനിങ്ങും. എല്ലാവരും നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കുക. ഈ പാഠത്തിന്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.